ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി ഹരിയോട് പറയുന്നുണ്ട്, സിന്ധുവിന്റെ കള്ളത്തരം ഇന്ന് എന്തായാലും പൊളിക്കും. നമ്മളെ എല്ലാവരെയും കള്ളം പറഞ്ഞ് അവൾ പറ്റിച്ചു. പക്ഷേ ഡിവൈഎസ്പി രേഖയുടെ അടുത്ത് അവളുടെ കള്ളത്തരം ഒന്നും നടക്കില്ല. ഹരി, ഞാനൊരു കാര്യം ഇപ്പൊ തന്നെ നിന്നോട് പറയാം. എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞതിന് ശേഷം സിന്ധു കരഞ്ഞ് കാല് പിടിച്ച് ദമയന്തിയുടെ കാൽക്കൽ വീണിട്ട് മാപ്പ് ചോദിക്കും. അതിനുശേഷം നീ ദമയന്തി പറയുന്നത് കേട്ടിട്ട്, അയ്യോ എൻ്റെ വല്യമ്മയാണല്ലോ, വല്യമ്മ പറഞ്ഞത് കേട്ടതുകൊണ്ട് ഇനി തൽക്കാലം സിന്ധുവിന് മാപ്പ് കൊടുക്കുക എന്നും പറഞ്ഞിട്ട് അവൾക്ക് മാപ്പ് കൊടുക്കരുത്. പക്ഷെ അത് കേട്ടപ്പോൾ ഹരി പറയുന്നുണ്ട്, ഇല്ലമ്മ, ഒരു കാലത്തും എനിക്ക് ഈ ചീത്തപ്പേര് വാങ്ങിത്തന്ന സിന്ധുവിന് ഞാൻ മാപ്പ് കൊടുക്കില്ല. ഹരിയുടെ ഉറച്ച തീരുമാനമായിരുന്നു. അതും പറഞ്ഞിട്ട് അവൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അത് കണ്ടപ്പോൾ ഗിരീഷിനും മഹാലക്ഷ്മിക്കൊക്കെ വളരെ സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഗിരീഷ് പറയുന്നുണ്ട്, ചേച്ചി, ഇനി ചേച്ചി തന്നെ സിന്ധുവിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാലും ഹരിമോൻ സ്വീകരിക്കുന്നു തോന്നുന്നില്ല. സത്യങ്ങളൊക്കെ തെളിഞ്ഞതിന് ശേഷം സിന്ധുവും ദമയന്തിയും അപമാനത്തിന് നമുക്ക് മുന്നിൽ കൂനിക്കൂടി നടക്കുന്നത് കണ്ടിട്ട് ഇനി നമുക്ക് രസിക്കാൻ ചേച്ചി, വാ എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മിയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോവാണ്. അതേസമയം എല്ലാവരും സിന്ധു ഉണ്ടായിരുന്ന മുറിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സിന്ധുവിനെ കണ്ടതും ശാരദ ഓടിച്ചെന്ന് തന്റെ മകളെ കെട്ടിപ്പിടിക്കുകയാണ്. സത്യരാജും കരഞ്ഞുകൊണ്ട് സിന്ധുവിനോട് പറയാണ്, എന്തിനാ മോളെ നിന്നെ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? നിന്നെ ഇങ്ങനെ കാണുമ്പോൾ അച്ഛന്റെ ഹൃദയം നുറുങ്ങുന്നു. ആ സ്നേഹം വേണമെന്ന് കരുതി തന്നെ ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ. നമ്മുടെ മകളെയും ഹരിയെയും തമ്മിൽ വേർപെടുത്തിയിട്ട് അവൾക്ക് ഹരിയെ സ്വന്താക്കാനാണ്, അവളുടെ പണത്തിന്റെ ഹുങ്ക് കാണിക്കുന്നതാണ്. ശാരദ സങ്കടത്തോടെ പറയുമ്പോൾ സത്യരാജു പറയുന്നുണ്ട്, ഒരു കാരണവശാലും അത് സമ്മതിച്ചു കൊടുക്കരുതെന്ന്. ആ സമയത്ത് ദമയന്തിയും പറയുന്നുണ്ട്, സത്യം എപ്പോഴും ജയിക്കും. ഇത് വെറും ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ്. ചോദ്യം ചെയ്യലിന് ശേഷം സിന്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവളെ നമുക്കൊപ്പം തന്നെ ഇവർ പറഞ്ഞു വിടും. അപ്പോഴേക്കും രേഖ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ എല്ലാവരും ഇവിടെ കണ്ടപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് എല്ലാവരോടും ആരും അകത്തേക്ക് കയറാൻ പറയുന്നത്, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറയാണ്. ചോദ്യം ചെയ്യുന്നത് വരെ കുറ്റവാളിയുടെ അടുത്ത് ആരും വരാൻ പാടില്ല എന്ന് പറയാണ്. അപ്പൊ സത്യരാജ് പറയുന്നുണ്ട്, മാഡം, ഞങ്ങളുടെ മോളെ ഞങ്ങൾ ഇതുവരെ എവിടെയും തനിച്ച് വിട്ടിട്ടില്ല. അപ്പോ രേഖ പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങളുടെ മകൾ ഒരു കുറ്റവാളിയാണ്, അപ്പോ നിങ്ങൾക്ക് അവളെ തനിച്ച് വിട്ടേ മതിയാവുള്ളൂ. നിങ്ങളുടെ മകൾക്കെതിരെ ഒരു കംപ്ലൈന്റ് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ ചോദ്യം ചെയ്തേ മതിയാവൂ. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവളെ ഫ്രീ ആയിട്ട് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് എല്ലാവരും പുറത്തേക്ക് പോകണം. ചോദ്യം ചെയ്തതിന് ശേഷം ഞാൻ തന്നെ നിങ്ങളെ വിളിക്കാം. പക്ഷെ എന്നിട്ടും ആരും പുറത്തേക്ക് പോവാഞ്ഞപ്പോ അവര് കോൺസ്റ്റബിളിനോട് എല്ലാവരും പുറത്തേക്ക് ഇറക്കാൻ പറയാണ്. അപ്പോൾ സത്യരാജ് മകളോട് പറയുന്നുണ്ട്, സിന്ധു ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, അച്ഛൻ മോൾക്കൊപ്പം തന്നെയുണ്ട്. സിന്ധു ടെൻഷനായിട്ട് തന്റെ അച്ഛനെയും അമ്മയെയും അമ്മായിയമ്മയും ഒക്കെ നോക്കുകയാണ്. അവരാണെങ്കിൽ എല്ലാവരും പുറത്തിറങ്ങിയതിനു ശേഷം ആ റൂമിന് പുറത്തു തന്നെയുള്ള ഒരു ജനലിനടുത്ത് വന്നിട്ട് അകത്തേക്ക് നോക്കി സിന്ധുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ റൂമിനകത്താണെങ്കിൽ ഹരിയും സ്നേഹയും അവളുടെ ഡാഡിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സിന്ധുവിനെ അവിടെ ഇരുത്തിയിട്ട് ക്യാമറ ഓൺ ചെയ്യാണ്. അതിനുശേഷം സിന്ധുവിനോടായിട്ട് അവർ പറയാണ്, ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്, ഇപ്പോ ഈ നിമിഷം മുതൽ നീ പറയുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡായിരിക്കും. നീ എന്തെങ്കിലും ഒരു കള്ളം പറയുകയാണെങ്കിൽ ജീവിതാവസാനം വരെ നിനക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയില്ല. ശരി, ഇനി പറയൂ, നിനക്ക് എത്ര കാലമായിട്ട് ഹരിയെ അറിയാം? അത് കേട്ട സമയത്ത് സിന്ധു ഒന്ന് ഹരിയെ നോക്കുവാണ്. കുട്ടിക്കാലം തൊട്ടേ അറിയാം. കുട്ടിക്കാലം തൊട്ടെന്ന് പറയുമ്പോ എപ്പോ? വ്യക്തമായിട്ട് പറയൂ. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പഠിച്ചത്. ഓരോ കാര്യങ്ങളും ഹരിയെ നോക്കിക്കൊണ്ടാണ് സിന്ധു സംസാരിക്കുന്നത്. സിന്ധു പറയുന്ന കാര്യങ്ങളൊക്കെ ഹരിക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ സിന്ധു പറയുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു നിൽക്കുന്ന അവളുടെ അച്ഛനും അമ്മയും ദമയന്തിയും ഭൈരവി ഉൾപ്പെടെ എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഡിവൈഎസ്പി ചോദിക്കുന്നുണ്ട്, ശരി, അപ്പൊ പിന്നെ നീ എന്താ പകുതിക്ക് വെച്ച് പഠിത്തം നിർത്തിയത്? അപ്പോ ഭയന്ന് വിറച്ചുകൊണ്ട് തന്നെ സിന്ധു പറയുന്നുണ്ട്, സ്കൂളിൽ വെച്ചിട്ട് ഹരിയെ ടീച്ചർ തല്ലിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹരിയെ ടീച്ചർ തല്ലിയതിന്റെ ദേഷ്യത്തിൽ ടീച്ചറുടെ തലയ്ക്ക് ഞാൻ കല്ലെടുത്ത് എറിഞ്ഞു. അപ്പോൾ ടീച്ചറുടെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്കൂളിൽ നിന്ന് എന്നെ ഡിസ്മിസ് ചെയ്തു. വേറൊരു സ്കൂളിലും എന്നെ ആരും എടുത്തതും ഇല്ല. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, ഹരി എന്ന് വെച്ചാൽ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? സിന്ധു അത്രയും നേരം സത്യസന്ധമായിട്ട് ഇങ്ങനെ ഫ്ലോയിന്റ് ആയിട്ട് സംസാരിച്ചു പോയതായിരുന്നു. അപ്പോൾ അവള് ഹരിയെ നോക്കുവാണ്. ആ അതെ, ഇഷ്ടമാണ്. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, ഹരിയോട് നിനക്ക് എപ്പോഴാണ് പ്രണയം തോന്നി തുടങ്ങിയത്? അത് സത്യസന്ധമായിട്ട് അത്രയും നേരം സംസാരിച്ച സിന്ധു അവിടെ ഒന്ന് സ്റ്റെക്ക് ആവുകയാണ്. പെട്ടെന്നാണ് അവൾക്ക് താൻ ഇത്രയും നേരം സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഓർമ്മ വന്നത്. അതുകൊണ്ട് വേഗം തന്നെ അവളെ തിരുത്തുവാണ്. ഇല്ല, ഞാൻ ഹരിയെ പ്രണയിച്ചിട്ടില്ല. അത്രയും നേരം സിന്ധു സംസാരിച്ചതൊക്കെ സത്യമാണെന്ന് ഹരി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് സിന്ധു പ്ലേറ്റ് മാറ്റിയപ്പോൾ ഹരി ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് എത്ര സമർത്ഥമായിട്ടാണ് ഇവള് കള്ളം പറയുന്നത് എന്ന് ആലോചിച്ചിട്ട്. ഹരി മാത്രമല്ല, മഹാലക്ഷ്മിയും ഗിരീഷും ഒക്കെ സിന്ധുവിന്റെ കള്ളത്തരം കേട്ടൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. സിന്ധു ഹരിയെ നോക്കിക്കൊണ്ട് ഡിവൈഎസ്പിയോട് പറയാണ്, അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അദ്ദേഹമാണ് എന്നെ പ്രണയിച്ചത്. അത് കേട്ടപ്പോൾ ഹരി ആകെ ഞെട്ടിയിട്ട് നോക്കുകയാണ്. എത്ര നന്നായിട്ടാണ് ഇവൾ തന്നെ കുറിച്ച് കള്ളം പറയുന്നത് എന്ന് വിചാരിച്ചിട്ട്. അത് കേട്ടപ്പോൾ രേഖ കൂളായി ഇരുന്നുകൊണ്ട് പറയാണ്, നീ പറയുന്നത് കള്ളമാണ്.
നിന്നെ ഡോക്ടർ ഹരി പ്രണയിച്ചിട്ടില്ല, നീ ഹരിയെയാണ് പ്രണയിച്ചത്. രേഖ പറയുന്ന സമയത്ത് സിന്ധു മറുത്തൊന്നും പറയാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് സത്യം എന്നുള്ളത് സിന്ധുവിനും ഹരിക്കും ഒക്കെ അറിയാവുന്നതാണ്. നിനക്കും കാർത്തികേയനും കല്യാണം ഉറപ്പിച്ച സമയത്ത് നീ ഹരിയോട് പോയിട്ട് കാര്യം പറഞ്ഞു. നീ ഹരിയെ പ്രണയിക്കുന്നുണ്ടെന്നും കാർത്തികേയനുമായിട്ടുള്ള നിന്റെ കല്യാണം മുടക്കി തരണമെന്ന് നീ ഹരിയോട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ഹരി നിന്നെ പ്രണയിക്കാത്തത് കാരണം കാർത്തികേയനുമായിട്ടുള്ള നിന്റെ കല്യാണം നടക്കണമെന്നും അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും പറഞ്ഞ് നിന്നെ തിരിച്ചയച്ചു. പക്ഷേ നിന്നെ കൊണ്ട് കാർത്തികേയനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് നീ തീർത്ത് ഹരിയോട് പറയുകയായിരുന്നു. അന്ന് നീ ഹരിയോട് വെല്ലുവിളിച്ച് പറഞ്ഞതാണ് കാർത്തികേയനുമായിട്ടുള്ള നിന്റെ കല്യാണം നടക്കില്ല എന്നും ഈ കല്യാണം നീ മുടക്കുമെന്നും നീ ഹരിയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നും. അതൊക്കെ കേട്ടിട്ട് സിന്ധു ആണെങ്കിൽ ഹരിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും ഇതൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹരി നീ അന്ന് പറഞ്ഞ റിക്വസ്റ്റ് കേൾക്കാത്തത് കാരണം, നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞതും കാരണം വേറെ ഒരു വഴിയില്ലാതെ കാർത്തികേയനുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിച്ചു. രേഖ സംഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സിന്ധുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം കല്യാണ മണ്ഡപത്തിൽ വെച്ച് കല്യാണ ദിവസം നീ ഒളിച്ചോടിപ്പോയി. ഹരിയുടെ കാറിന്റെ ഡിക്കിയിൽ പോയി ആരും അറിയാതെ ഒളിച്ചിരുന്നു. അതൊന്നും അറിയാതെ കല്യാണ മണ്ഡപത്തിലുള്ള എല്ലാവരും നിന്നെ കാണാനില്ല എന്ന് കരുതി എല്ലായിടവും തിരഞ്ഞുകൊണ്ടേയിരുന്നു. കാർത്തികേയനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നീ ഒളിച്ചോടി പോയതെന്നാണ് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എല്ലാവരും കരുതിയത്. അങ്ങനെ ഭൈരവിയെ കൊണ്ട് കാർത്തികേയന്റെ കല്യാണം നടത്തിച്ചു. ഇതൊക്കെ ഭൈരവി ഉൾപ്പെടെ എല്ലാവരും പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നീയും കാർത്തികേയനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിട്ടാണ് ഒളിച്ചോടി പോയതെന്ന് ഹരിയും കരുതി. വളരെ സത്യസന്ധമായിട്ടാണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖ പറയുന്നത്. അതൊക്കെ കേട്ടിങ്ങനെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് സിന്ധു. ആ ഓരോ നിമിഷവും ഹരിയെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഹരിയും സംഭവിച്ച കാര്യങ്ങളുടെയൊക്കെ ഓർമ്മയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഭൈരവിയുടെയും കാർത്തികേയന്റെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഹരിക്കൊരു കോള് വന്നത് കാരണം കാർ എടുത്തിട്ട് ഹരി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. സിന്ധു ഭയന്ന് ചൂളിയിരിക്കുകയാണ്. സംഭവിച്ച കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രേഖ പറയുന്നുണ്ട്, പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിൽ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹരിയുടെ കാറിന്റെ ഡിക്കിയിൽ വെച്ച് നിന്നെ പോലീസുകാർ പിടിച്ചെടുത്തു. ദമയന്തി ഉൾപ്പെടെ എല്ലാവരും കേട്ടുകൊണ്ടേ നിൽക്കുകയാണ്. എല്ലാവർക്കും ആകെ സംശയം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ രേഖ പറയുന്നുണ്ട്, അപ്പോൾ നീ പോലീസുകാരോട് ഹരി നിന്നെ തട്ടിക്കൊണ്ടു പോയിട്ട് കല്യാണം കഴിച്ചതാണെന്ന് വിളിച്ചു പറഞ്ഞു. നീ പറഞ്ഞതൊക്കെ സത്യാണെന്ന് കരുതി പോലീസുകാർ നിന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ പോലീസുകാരും അവിടെ വെച്ച് ആവർത്തിച്ചു പറഞ്ഞു. അത് കേട്ട ഉടനെ ദമയന്തി നീ പറഞ്ഞ കള്ളങ്ങളൊക്കെ സത്യമാണെന്ന് കരുതിയിട്ട് ഹരിയെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചു. അതൊക്കെ കേട്ട് സിന്ധു ഇങ്ങനെ ചുളുങ്ങിയിരിക്കുകയാണ്. അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് രേഖ പറയുന്നത്. രേഖ പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ മഹാലക്ഷ്മിക്കും ഗിരീഷിനൊക്കെ സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് എല്ലാവരും അത് കേൾക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം തോന്നുവാണ്. അതിനുശേഷം രേഖയാണെങ്കിൽ സിന്ധുവിനോട് ചോദിക്കുന്നുണ്ട്, ഇതല്ലേ അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്. ഇല്ല, നിങ്ങൾ പറയുന്ന ഒന്നും സത്യമല്ല. ഹരിയാണ് എന്നെ പ്രണയിച്ചത്. കാർത്തികേയനുമായിട്ടുള്ള കല്യാണം നടത്തരുതെന്നും എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണമെന്നും ഹരിയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. ഇപ്പോഴും സിന്ധു തന്റെ കള്ളത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവൾ അത് തന്നെ ഹരിയുടെ മുഖത്തേക്ക് നോക്കി ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഹരിക്ക് വല്ലാത്ത ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നുവാണ്. നീ കാർത്തികേയനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നും എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിൽ നിന്ന് നീ പിന്മാറണമെന്നും ഹരി ഡോക്ടറാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിന്ധു ഹരിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്നെ തട്ടിക്കൊണ്ടു പോയിട്ട് ക്ഷേത്രത്തിൽ വെച്ചിട്ട് താലി കെട്ടിയതാണ്. സിന്ധു എല്ലാവരും കേൾക്കെ രേഖയോട് വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ജനലിന് പുറത്തു നിന്ന് സിന്ധുവിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാറിന്റെ ഡിക്കിയിൽ വെച്ച് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് പോലീസ് പിടിച്ചത്. സിന്ധു പറഞ്ഞു നിർത്തുകയാണ്. അതായത് ഇത്രയും നേരം രേഖ പറഞ്ഞതൊന്നുമല്ല സത്യമെന്നും അവൾ പറയുന്നതാണ് സത്യമെന്നും അറിയിക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, അപ്പോ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് മൊത്തം കള്ളാണ് അതെ? സിന്ധു വീണ്ടും അത് തന്നെ പറയാണ്. അത് കേട്ടപ്പോ ഡിവൈഎസ്പിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ശരി, ഹരി നിന്നെ തട്ടിക്കൊണ്ടു പോയിട്ട് താലി കെട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ക്ഷേത്രത്തിന്റെ പേരെന്താ? ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രം. അപ്പോ അവിടെ വെച്ചാണ് മിസ്റ്റർ ഹരി നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് അല്ലേ, നിന്നെ തട്ടിക്കൊണ്ടു പോയിട്ട്? ആ അതെ, സിന്ധു പറയാണ്. ആ സമയത്ത് ഡിവൈഎസ്പി പറയുന്നുണ്ട്, അതായത് കോൺസ്റ്റബിളിനോട് പറയാണ് ആ ക്ഷേത്രത്തിലെ പൂജാരിയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പൂജാരി അവിടെ വന്നിട്ട് അയാളെ സിന്ധുവിനെ നോക്കുന്നുണ്ട്. സിന്ധു ആണെങ്കിൽ ഭയന്ന് വിറച്ചാണ് നിൽക്കുന്നത്. അവള് ഹരിയെയും മാറി മാറി നോക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ വന്നിട്ട് അവർക്ക് നമസ്കാരമൊക്കെ പറയാണ്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, നീ പറഞ്ഞ ക്ഷേത്രത്തിലെ പൂജാരി ഇദ്ദേഹമാണ്. നിന്നെ ഹരി തട്ടിക്കൊണ്ടു പോയിട്ട് കല്യാണം നടത്തിയെന്ന് പറഞ്ഞല്ലോ, അന്ന് ആ ക്ഷേത്രത്തിൽ ഇദ്ദേഹം പൂജാരിയായിട്ടുണ്ടായിരുന്നു. അത് കേട്ട സമയത്തൊക്കെ വല്ലാതെ പേടിച്ച് നിൽക്കുകയാണ് സിന്ധു. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് പോലും അറിയാതെ
നിന്റെ കഴുത്തിൽ എങ്ങനെയാണ് അന്ന് അവിടെ വെച്ചിട്ട് ഡോക്ടർ ഹരി താലി കെട്ടിയത്? അപ്പൊ സിന്ധു പിന്നെയും പറയാണ്, ഇല്ല, അവിടെ വെച്ച് തന്നെയാണ് ഹരി ഡോക്ടറിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അപ്പോൾ രേഖ പൂജാരിയോട് ചോദിക്കുകയാണ്, ഗുരുക്കളെ, നിങ്ങളുടെ ക്ഷേത്രത്തിൽ വെച്ചാണ് ഡോക്ടർ ഹരി സിന്ധുവിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഇവര് പറയുന്നത്. അന്ന് സിന്ധു പറഞ്ഞ ദിവസം ഡോക്ടർ ഹരി സിന്ധുവിന്റെ കഴുത്തിൽ താലി കെട്ടിയതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കേട്ടപ്പോൾ തന്നെ അദ്ദേഹം അത് നിരസിക്കുകയാണ്. ഒരിക്കലും ഇല്ല മാഡം. അത് കേട്ട് വിയർത്തു നിൽക്കുകയാണ് സിന്ധു. ഈ പെണ്ണ് പറയുന്നത് പരമ കള്ളമാണ്. അത് കേട്ട് ശരിക്കും സിന്ധു ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കേട്ട് സിന്ധുവിന്റെ അച്ഛനും അമ്മയും ദമയന്തിയും ഒക്കെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. മഹാലക്ഷ്മിക്കും ഗിരീഷിന്റെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടർ ഹരിയും ക്ഷേത്രത്തിൽ വന്നിട്ടില്ല, ഈ പെണ്ണും ക്ഷേത്രത്തിൽ വന്നിട്ടില്ല. സിന്ധു ആകെ പതറി നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും അവൾ വിട്ടുകൊടുക്കുന്നില്ല. അവൾ വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്, ഞാൻ പറയുന്നത് കള്ളമല്ല, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. നോക്കുമോളെ, എന്തിനാ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? അന്ന് നിന്നെയോ ഡോക്ടർ ഹരിയെയോ ഞാൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെയുള്ളപ്പോ പിന്നെ എന്തിനാണ് നീ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഇത്രയും വലിയൊരു കള്ളം പറയുന്നത്? അപ്പോഴും സിന്ധു അത് തന്നെ ആവർത്തിക്കുകയാണ്, ഇല്ല ഇല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്. അന്ന് ഡോക്ടർ ഹരി എന്റെ കഴുത്തിൽ താലി കെട്ടിയത് സത്യം തന്നെയാണ്. സ്നേഹയ്ക്ക് എരിഞ്ഞു കയറി വരുന്നുണ്ടായിരുന്നു. സിന്ധു ആണെങ്കിൽ താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോ രേഖ പറയുന്നുണ്ട്, സിന്ധു, നീ പറയുന്നത് വളരെ കള്ളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് ഒരു കാരണവശാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. മര്യാദയ്ക്ക് സമ്മതിച്ച് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ശിക്ഷയിൽ വിട്ടുകളയാം, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി ചാവും. അപ്പോൾ സിന്ധു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അടിച്ചാലും കൊന്നാലും ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. അവൾ ഓരോന്ന് സംസാരിക്കും തോറും ഹരിയെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് കരുതി ഞാൻ ഭയപ്പെടുവൊന്നുമില്ല. സിന്ധു വീറോടെ പറയാണ്, നീ പേടിക്കൊന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രേഖയും പറയുന്നുണ്ട്. എല്ലാവരും പുറത്തു നിന്ന് ഇതൊക്കെ കേൾക്കുക. നിഷ്കളങ്കതയുടെ മുഖംമൂടി വെച്ചിട്ട് നീ ക്രിമിനലായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചിരിച്ചുകൊണ്ട് രേഖ പറയാണ്, നീ എല്ലാവരും പ്രണയത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ നീ വേറൊരു തരം ആയിട്ടാണ്. നീ പ്രണയിക്കുന്നവരെ നിനക്ക് കിട്ടാൻ വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്യും. എല്ലാവരും ക്യൂരിയോസിറ്റിയോട് കൂടി നിൽക്കുകയാണ്, സിന്ധു പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പൂജാരിയോട് പോകാൻ പറഞ്ഞിട്ട് രേഖ ആ പൂക്കാരി സ്ത്രീയെ വിളിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് ആ ക്ഷേത്രത്തിന് മുന്നിലേക്ക് പൂക്കച്ചവടം നടത്തുന്ന ഒരു ചേച്ചിയാണ് വന്നത്. അവർ വന്ന സമയത്ത് രേഖ അവരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ ആ ക്ഷേത്രത്തിലല്ലേ പൂക്കട നടത്തുന്നത്? അതെ. നിങ്ങൾ ഫെബ്രുവരി 2-ാം തീയതി ഈ കാണുന്ന പെൺകുട്ടിയെയും ഡോക്ടർ ഹരിയെയും നിങ്ങൾ അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇവളെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഡോക്ടർ ഹരി അവിടെ വെച്ച് താലി കെട്ടിയെന്നാണ് പറയപ്പെടുന്നത്. അവിടെ വെച്ച് നിങ്ങൾ ഇവരെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അവരെ രണ്ടുപേരെയും സൂക്ഷിച്ച് മാറി മാറി നോക്കിയതിനു ശേഷം ആ സ്ത്രീയും പറയാണ്, ഇല്ല മാഡം, അന്ന് ഇവരെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് കേട്ട് സിന്ധു ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ സംശയം വന്നിട്ടുണ്ടായിരുന്നു. കാർത്തികേയൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അതേസമയം മഹാലക്ഷ്മിക്കും ഗിരീഷിനൊക്കെ ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു സിന്ധുവിന്റെ കള്ളത്തരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ. ആ സ്ത്രീയാണെങ്കിൽ രേഖയോട് പറയുന്നുണ്ട്, ഇവരെ ഞാൻ അന്ന് ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് കണ്ടിട്ടേ ഇല്ല മാഡം. ആര് ആ ക്ഷേത്രത്തിലേക്ക് വന്നാലും എന്റെ കട കടന്നു മുറിച്ചുകൊണ്ടേ പോകാൻ സാധിക്കുള്ളൂ. എന്നാ അന്ന് ഈ പെണ്ണിനെയും ഡോക്ടറെയും ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല മാഡം. അതുകൂടി കേട്ടതോടെ സിന്ധു ശരിക്കും വെട്ടിലായ അവസ്ഥയിൽ ഇരിക്കുകയാണ്. അവള് പേടിച്ചിരിക്കുന്ന സമയത്ത് രേഖ ചോദിക്കുന്നുണ്ട്, എന്താ സിന്ധു, ഈ അമ്മ പറയുന്നതും കള്ളമാണെന്നാണോ പറയാൻ പോകുന്നത്? ഹരി ഒരു കള്ളച്ചിരിയോടുകൂടി സിന്ധുവിനെ നോക്കുവാണ്. ആ സമയത്ത് സിന്ധു പറയുന്നുണ്ട്, അതെ, ഈ അമ്മ പറയുന്നതും കള്ളം തന്നെയാണ്. എത്രയൊക്കെ ആയിട്ടും സിന്ധു താൻ പറഞ്ഞതിൽ തന്നെ വീണ്ടും വീണ്ടും ഉറച്ചു നിൽക്കുകയാണ്. അന്ന് ഡോക്ടർ ഹരി എന്നെ തട്ടിക്കൊണ്ടു പോയിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയത് സത്യം തന്നെയാണ്. സിന്ധു വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നത് കേട്ടപ്പോ രേഖയ്ക്ക് വല്ലാത്ത ദേഷ്യം വരാണ്. അവർ ആക്രോശിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഹേ സിന്ധു, നീ എന്റെ ക്ഷമയെ വല്ലാതെ പരീക്ഷിക്കുകയാണ്. അപ്പോൾ സിന്ധു എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നതൊന്നും കള്ളമല്ല. എന്നെ ഡോക്ടർ ഹരി തട്ടിക്കൊണ്ടു പോയിട്ട് ക്ഷേത്രത്തിൽ വെച്ചിട്ട് താലി കെട്ടിയത് സത്യം തന്നെയാണ്. ഹരി ഉൾപ്പെടെ എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം സിന്ധു അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ ആ വന്ന സ്ത്രീ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? അന്ന് ഞാൻ നിന്നെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് കണ്ടിട്ട് പോലുമില്ല. സിന്ധു അവരോട് മറുപടി പറയാതെ അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നെ കടന്നു വെക്കാതെ ഒരാൾ പോലും ഇതുവരെ അതുവഴി പോയിട്ടില്ല. ഞാൻ പോലും അറിയാതെ ഡോക്ടർ ഹരി നിന്റെ കഴുത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞാൽ എന്തിനാണ് മോളെ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? നീ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല മോളെ. അപ്പൊ സിന്ധു അവരോട് പൊട്ടിത്തെറിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് കള്ളാണ്. ഡോക്ടർ ഹരി എന്റെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇപ്പോ ദമയന്തി ഉൾപ്പെടെ എല്ലാവർക്കും ചെറിയ സംശയം തോന്നുന്നുണ്ടായിരുന്നു. ഹരി ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയൊക്കെ ആയിട്ടും സിന്ധു സമ്മതിക്കുന്നതേ ഇല്ല എന്നുള്ളത് അവനെ അതിശയിപ്പിക്കുകയാണ്. അപ്പൊ അവര് തന്നെ സങ്കടത്തോടെ പറയാണ്, മോളെ, നീ പറയുന്ന കള്ളം കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് പോലും ക്ഷമിക്കാനാവില്ല. ഒരു പെണ്ണ് ഇത്രയധികം കള്ളം പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അത് കേട്ടപ്പോൾ സിന്ധു സങ്കടത്തോടെ തലതായി അവരോട് പോവാൻ പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് മാലക്കടക്കാരനെയാണ് വിളിക്കുന്നത്. അയാൾ വന്നിട്ട് നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് നോക്കുവാണ്. അപ്പൊ സിന്ധു ഇങ്ങനെ പേടിയോടെ നിൽക്കുന്നുണ്ട് അടുത്തതായിട്ട്. അപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട്, സംഭവം നടന്ന ദിവസം നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാല കോർക്കുന്നിടത്ത് ഉണ്ടായിരുന്നോന്ന്? അപ്പോൾ അയാൾ സമ്മതിക്കുകയാണ് ഉണ്ടായിരുന്നു എന്ന്.
അവിടെ വെച്ച് ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് തന്നെ പറയാണ്, ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന്. അത് കേട്ടപ്പോൾ ഗിരീഷിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ദമയന്തിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ വീണ്ടും രേഖ പറയുന്നുണ്ട്, നന്നായിട്ട് നോക്കിയിട്ട് പറ, സംഭവം നടന്ന ദിവസം ഈ കാണുന്ന ഡോക്ടർ ഈ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് തട്ടിക്കൊണ്ട് വന്നിട്ട് അവിടുന്ന് കല്യാണം കഴിച്ചതായിട്ട് അറിയാമോ? ഇല്ല മാഡം, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു വ്യക്തി അവിടെ വന്നിട്ടില്ല എന്ന് തന്നെ അയാളും പറയാണ്. മാഡം, ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയാണ് എൻ്റെ കടയുള്ളത്. ക്ഷേത്രത്തിലേക്ക് ആര് പോകണമെങ്കിലും എൻ്റെ കട കഴിഞ്ഞിട്ടേ പോവാൻ പറ്റുള്ളൂ. ഞങ്ങൾ അറിയാതെ താലി കെട്ടിയെന്നാണോ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ വിടുന്നാണോ? ഈ പെണ്ണ് കള്ളം പറയുന്നതാണ് മാഡം. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, സിന്ധു ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? ഇവരെല്ലാവരും കള്ളം പറയുന്നതാണ്. സിന്ധു പിന്നെയും അത് തന്നെ പറയുവാണ്. രേഖയുടെ ഹരിയുടെ ഒക്കെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. രേഖ പറയാണ്, ശരി, ഇനി നീ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും പറഞ്ഞത് കള്ളമാണെന്ന് തന്നെ വെക്ക്. അങ്ങനെയാണെങ്കിൽ ഹരി നിന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് താലി കെട്ടിയതിന് നിന്റെ അടുത്ത് എന്താ തെളിവുള്ളത്? അത് കേട്ടപ്പോൾ കുറേ നേരം സിന്ധു ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് അവൾ എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്ന സമയത്ത് കഴുത്തിലുണ്ടായിരുന്ന താലി എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ പറയാണ്, ഇത് മാത്രമാണ് സാക്ഷി. അത് കേട്ടിട്ട് ഹരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഹാലക്ഷ്മിക്കും. ദമയന്തി ആണെങ്കിലും സിന്ധുവിന്റെ അച്ഛനും അമ്മയാണെങ്കിലും ഒക്കെ പ്രതീക്ഷയോടെ അപ്പോഴും സിന്ധുവിനെ തന്നെ നോക്കുകയാണ്, അവൾ പറയുന്നതിൽ കള്ളമുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ രേഖ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ കോമഡി പറയുകയാണോ? ഇല്ല മാഡം, നിങ്ങളാണ് കോമഡി പറയുന്നത്. എന്നെ തട്ടിക്കൊണ്ടു പോയിട്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് അവർ സാക്ഷിയെ വെച്ചിട്ടാണോ കല്യാണം നടത്തുക? സിന്ധുവിന്റെ ചോദ്യം തികച്ചും ന്യായമായിരുന്നു. കാരണം തട്ടിക്കൊണ്ടു പോയിട്ട് കല്യാണം നടത്തുന്നവർ ആരും അറിയാതെയാണല്ലോ അതിന് ശ്രമിക്കുക. ആ ഒരു പിടിവള്ളി പിടിച്ചുകൊണ്ട് സിന്ധു പറയുന്നുണ്ട്, എന്താ മാഡം ഇതുപോലും അറിയാതെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഹരി വല്ലാത്തൊരു അതിശയത്തോടെ സിന്ധുവിനെ നോക്കുകയാണ്. ഓരോ തവണയും അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവളുടെ ബുദ്ധി അവനെ അമ്പരപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സ്നേഹ ഹരിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഹരി, എത്ര അഹങ്കാരത്തോടു കൂടിയാണ് അവൾ സംസാരിക്കുന്നതെന്ന്. ഇവളോടൊക്കെ ക്ഷമയോടും സമാധാനത്തോടും കൂടി ചോദിച്ചാൽ സത്യം പുറത്തു വരില്ല. അടിച്ച് ചോദിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരുള്ളൂ. അത് കേട്ടപ്പോൾ സിന്ധു അവളെ നോക്കുവാണ്. അങ്ങനെ ആ കടക്കാരനോടും പോകാൻ പറഞ്ഞതിന് ശേഷം സിന്ധുവിനോട് രേഖ പറയാണ്, ഇങ്ങോട്ട് നോക്ക്, ഡോക്ടർ ഹരി നിന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിന് 3 സാക്ഷികളുണ്ട്. ഇനി നീ പറഞ്ഞതുപോലെ ഡോക്ടർ ഹരി നിന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയതിന് നിന്റെ അടുത്ത് എന്താ സാക്ഷിയുള്ളത്? പറ. ആ ചോദ്യം കേട്ട് രേഖയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സിന്ധു. എല്ലാവരും സിന്ധുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പുറത്തുനിന്ന്. കാരണം സിന്ധു എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവരെല്ലാവരും നിൽക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.